അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പം കൃഷ്ണേശ്വറിലാണുള്ളത്, മഹാരാഷ്ട്രയിൽ. നാളെ മധ്യപ്രദേശിലേക്ക് കടക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ശരിക്കും നിങ്ങൾ ഇപ്പോൾ എപ്പിസോഡ് 6 അല്ലേ, 6 നിങ്ങൾ കാണാനിരിക്കേണ്ടത് ശരിക്കും മുരുടേശ്വരം ആയിരിക്കും. മുരുടേശ്വരം മുതൽ പിന്നെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ മുരുടേശ്വരം, ഗോകർണം, പിന്നെ ഗോവയിലേക്ക് കടന്നു. വീണ്ടും ഗോവേൻ്റെ കാടിൻ്റെ ഉള്ളിലേക്ക് പോയി താമസിച്ചുള്ള ബീച്ച് ഗോവ സൈഡിൽ വന്നു. അവിടെ സ്റ്റേ ആയിരുന്നു, ഗോവൻ ബീച്ചസ്. അത് കഴിഞ്ഞ് ഗോവ വിട്ടു രത്നഗിരി സൈഡ് പോയി. രത്നഗിരിയിൽ നിന്ന് ഞാൻ ആംബാഘട്ട് വഴി പൂനെയിലേക്ക് പോയി. ഇത്രയും ഭാഗങ്ങളാണ് ഞാൻ ശരിക്കും എൻ്റെ ഗോപ്രോയിൽ റെക്കോർഡ് ചെയ്ത് എൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റിയിരുന്നത്. പക്ഷേ ഒരു സങ്കട വാർത്ത പറയട്ടെ, ഈ ഹാർഡ് ഡിസ്ക് ഡെഡ്. ഹാർഡ് ഡിസ്ക് പോയി, വർക്കാവുന്നില്ല. അതിലായിരുന്നു എല്ലാം ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ളത്, പൂനെയിൽ നിന്ന് അങ്ങോട്ടേക്കുള്ളത് ഗോപ്രോ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ കളഞ്ഞില്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഗോപ്രോയിലുണ്ട്. നമുക്ക് മുരുടേശ്വരം മുതൽ പൂനെ വരെയുള്ള ഗോപ്രോ വിഷ്വൽസ് ഒന്നും എനിക്ക് എപ്പിസോഡ്സിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച കുറച്ച് ക്ലിപ്സ് ഉണ്ട്, അത് വെച്ച് എനിക്ക് ഇത്രയും എപ്പിസോഡ്സ് കവർ ചെയ്യേണ്ടി വരും. കാരണം ഹാർഡ് ഡിസ്ക് ഡെഡ് ആണെന്ന് ഏകദേശം കൺഫേം ആയി. അപ്പം അതിലുള്ള ഫയൽസൊക്കെ റിക്കവർ ചെയ്ത് കിട്ടാൻ ഒരുപാട് താമസം വരും. അപ്പോൾ അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള വീഡിയോസ് കയ്യിലുണ്ട്. ഇപ്പോൾ ഉള്ളത് എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ക്ലിയർ ചെയ്താലേ ഇനി പുതിയ വീഡിയോസ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, സ്റ്റോറേജ് നിറയും. ഇല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് മുരുടേശ്വരം മുതൽ പൂനെ വരെ കുറച്ച് സ്പീഡിൽ പോകാം. ഓക്കെ, വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ ഗോപ്രോ ഫയൽസ് ഒന്നും ഇല്ല. അപ്പോൾ കയ്യിലുള്ള ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് വേണം എനിക്ക് ആ ഒരു പോർഷൻ കവർ ചെയ്യാൻ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കവർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ അങ്ങനെ പിന്നീട് ഞാൻ എത്തിയത് മുരുടേശ്വരായിരുന്നു. അവിടെ എത്തിയ സമയത്ത് നല്ല മഴയായിരുന്നു, വളരെ ശക്തിയുള്ള മഴയായിരുന്നു. പിന്നെ വൈകുന്നേരം ഇരുട്ടായപ്പോഴേക്കും കണ്ടോ, ശിവനെ ഈ ഒരു രൂപത്തിലാണ് ഞാൻ കണ്ടത്. അവിടെയുള്ള ശിവൻ്റെ പ്രതിമയാണിത്. പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ ബാക്കിയുള്ള മുരുടേശ്വരമൊക്കെ കണ്ടത്. അതിൻ്റെ വീഡിയോ എല്ലാം ഗോപ്രോയിലാണുള്ളത്. പിന്നീട് ഞാൻ എത്തുന്നത് ഗോകർണത്താണ്. ഗോകർണത്ത് നേരെ എത്തിച്ചേരുന്നത് കടൽ തീരത്താണ്. ഒരുപാട് ഉള്ളിലേക്ക് പോകണം. ഞാൻ ആദ്യം വണ്ടി നിർത്തിയത് അവിടെയാണ്. അവിടെയുള്ള പുരാതനമായ നഗരമാണ് ഈ കാണുന്നത്. അപ്പം അതും ഏകദേശമൊക്കെ ഇപ്പോഴും അതുപോലെയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഗോകർണത്ത് കംപ്ലീറ്റ് നടന്ന് പോയി സന്ദർശിച്ച ഒരു ഭാഗം മുഴുവൻ ഞാൻ ഫോണിലാണ് റെക്കോർഡ് ചെയ്തത്. അപ്പം അത് നിങ്ങളിപ്പോൾ കാണാം. ഈ വേസ്റ്റ് ഫുൾ തിരിച്ച് കരയിലേക്ക് തള്ളിയിട്ടുണ്ട്. ആ കാണുന്നതാണ് രാമതീർത്ഥം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോവുകയാണ്. ഇതുണ്ടല്ലേ, ഇവിടെ ഈ ഒരു തോട് പോലെ ഉള്ളത് കടലിലേക്ക് ചേരുന്നുണ്ട്. കടലിൽ നിന്ന് തിര വരുന്ന വെള്ളം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ എന്തോ ചുഴി പോലെയും ആവും. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും വെള്ളം വരുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിരകൾ കാണാം. ഇതുണ്ടല്ലേ, ഇവിടെ ചുഴി കാണാൻ പറ്റും നമുക്ക്. അല്ലേ, ആരുടെ ചെരുപ്പൊക്കെ ഒഴുകിപ്പോകും. ഈ കാണുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം ഇതിങ്ങനെ വെള്ളച്ചാട്ടവും ഇതിങ്ങനെ തെളിഞ്ഞ വെള്ളം ഇവിടെ കാണാം. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് നേരെ കടലും. അത് കുറച്ച് വ്യത്യസ്തമാണ്. ആഹാ, നല്ല ഭംഗിയുള്ള ഒരു പോയിൻ്റ് ഇത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കടൽ ഇങ്ങനെ തിര വരുന്നതും കാണാം. അതിങ്ങനെ ഒഴുകി നമ്മുടെ മുന്നിലൂടെ കരയിലേക്ക് അടുക്കുന്നതും കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കല്ലുകൊണ്ട്. അല്ലേ, എനിക്ക് തോന്നുന്നു ഇത്രയും മഴയൊക്കെ ആയതുകൊണ്ടാണ്, തീരെ തിരക്കൊന്നുമില്ല ഇവിടെ. ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് രാമതീർത്ഥം.
ഇതിന്നിങ്ങനെ കുളിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. ഈ വെള്ളം നേരെ കടലിലേക്കാണ് പോകുന്നത്. രാമതീർത്ഥം. നമ്മളവിടെ രാമതീർത്ഥത്തിലൊന്ന് മുഖം കഴുകി. ഇവിടെ ഇപ്പോൾ ഈ അമ്പലം അടച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഈ കാട്ടിലേക്ക് സ്റ്റെപ്പുണ്ട്. ഈ കാട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഗുഹയുണ്ട്. മഴയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ കുറച്ച് ദൂരം കയറി. ഇവിടുന്ന് കണ്ടില്ലേ, നല്ല വ്യൂ. ഇനിയുണ്ട് കയറാൻ. ഇപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. ശ്രീ ഭരതേശ്വര ടെമ്പിൾ. ഗോകർണം. നമ്മളിപ്പോൾ കുറച്ചുകൂടിയും ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. താഴെ കടലും. നമ്മളങ്ങനെ നടന്ന് ഈ ഒരു ചെറിയ കുറച്ച് മരങ്ങളും കാടുമൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ ഇപ്പം നടക്കുകയാണ്. ഇത്ര ശക്തിയുള്ള മഴയൊന്നും ഈ ദിവസങ്ങളിൽ ഇല്ലായിരുന്നെങ്കിൽ പറ്റിയ ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് സ്റ്റേ ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരോട് ആദ്യം നമ്മൾ വെറുതെ അന്വേഷിച്ച് നോക്കണം. വേറെ രാത്രി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ എന്ന് ഒന്ന് അന്വേഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മളിതാ ആ വഴി ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഇതാ ഈ ഒരു കുന്ന് കയറുകയാണ്. ഇവിടെ എന്തോ ജഡായു തീർത്ഥം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മളിപ്പോൾ കയറി ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ ഗോകർണത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗോകർണത്തിൻ്റെ താഴേക്ക് ഇവിടുന്ന് കന്യാകുമാരി വരെയുള്ള സ്ഥലം, അതാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. പരശുരാമൻ തപസ് ചെയ്ത് കടൽ പിൻവാങ്ങി എന്ന് പറയപ്പെടുന്നത് ഈ ഗോകർണത്ത് വെച്ചാണ്. ഐതിഹ്യങ്ങളിൽ പരശുരാമൻ മഴുവെറിഞ്ഞു കടൽ പിൻവാങ്ങി എന്നൊക്കെ പറയില്ലേ. ഇവിടെ എന്തോ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, വട്ടത്തിലായിട്ട്. എന്താണെന്നറിയില്ല. നടുവിലൊരു വൃക്ഷത്തിൻ്റെ തയ്യും ലാവ് പോലെയുണ്ട് കണ്ടിട്ട്. എന്താണെന്നറിയില്ല. എന്താ ഭംഗി. തീരാ കടലും. സുഖമായി കിടന്നുറങ്ങുക. ഞാൻ ഒരുപാട് നേരം ഇവിടെ ഇരുന്നു. നമ്മൾ ഈ കയറ്റം മുഴുവൻ ഇറങ്ങി ഇവിടെ ഇപ്പം താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. നമ്മളിനി ഈ കാട്ടിൽ കൂടെയാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞ ഗുഹയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കാടെന്ന് പറയാൻ മാത്രമല്ല, കുറച്ച് ചെടികൾ അതും വെച്ച് പിടിപ്പിച്ചത്. ഇവിടെയാണ് ഗുഹ എന്നാണ് അറിഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗുഹ.
അധികം പേർക്കൊന്നും അറിയാത്ത ഒരു സ്ഥലമാണിത്. ഇവിടെ ആരെയും കാണാനുമില്ല. നമുക്കെന്തായാലും മടങ്ങാം. നമ്മൾ നടന്ന് കയറിയത് അവിടെ നിന്ന് അങ്ങനെ കടലിൻ്റെ സൈഡിൽ കൂടെയാണ്. തിരിച്ചിപ്പം അങ്ങോട്ടേക്ക് പോകുന്നത് ഈ കോൺക്രീറ്റ് റോഡ് കൂടെയാണ്. അല്ലേ ഷൈവ ടെൻറ്റ് കഫേ. ഞങ്ങൾ നടന്നു വരുന്ന വഴി കണ്ടതാ. ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള ഏരിയ ഗോകർണത്തിൽ വരുന്നവർക്ക് ഇതാ. ഹോസ്റ്റൽ ലൈവ് വേർ വണ്ടേഴ്സ് മീറ്റ്, ഷൈവ ടെൻറ്റ് കഫേ. ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം. ഗോകർണം എനിക്ക് സ്പെഷ്യലായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്കും. ഈ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് അങ്ങനെ സംസാരിക്കുന്നില്ല, ശ്രദ്ധിക്കാനാണുള്ളത് കുറേ.